BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഗ്രൂപ്പ് പോരിനും അതൃപ്തിക്കും വഴിയൊരുക്കി KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരൻ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന സുധാകരന്റെ മുന്നറിയിപ്പ് ഹൈക്കമാൻഡിനെയും സംസ്ഥാന നേതൃത്വത്തെയും ഒരേപോലെ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കണ്ണൂർ സീറ്റിനായുള്ള അദ്ദേഹത്തിന്റെ കടുംപിടുത്തം പാർട്ടിക്കുള്ളിലെ അധികാര സമവാക്യങ്ങളെ ആകെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റ് നൽകാമെന്ന ധാരണയിലാണ്. പാർട്ടി നേതൃത്വം ഇപ്പോൾ പക്ഷേ കാണിക്കുന്നത് നീതികേടാണ്. സീറ്റ് നൽകിയില്ലായെങ്കിൽ പാർട്ടി വിടുന്നതടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്ന ഭീഷണിയും സുധാകരൻ മുഴക്കുന്നു. അതേസമയം ഡൽഹിയിലെ ഇന്നത്തെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് നിൽക്കാതെ സുധാകരൻ കേരളത്തിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തോട് ഇടഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച കെ സുധാകരന്റെ വീട്ടിലേക്ക് അനുയായികൾ ഒഴുകിയെത്തി. സുധാകര പക്ഷത്തുള്ള അനുയായികളോട് വീട്ടിലേക്ക് എത്താൻ ആഹ്വാനം ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് പാർട്ടി പ്രവർത്തകർ എത്തിത്തുടങ്ങിയത്. ഡൽഹിയിലെ യോഗത്തിൽ പങ്കെടുക്കാതെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സുധാകരൻ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഡൽഹിയിലുണ്ട്. MPമാരുമായി നേതാക്കൾ ആശയവിനിമയം നടത്തുമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. സണ്ണി ജോസഫ് മത്സര സന്നദ്ധത അറിയിച്ച MPമാരായ കെ സുധാകരൻ, അടൂർ പ്രകാശ് എന്നിവരുമായി വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സീറ്റിന്റെ കാര്യത്തിൽ ഉറപ്പ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അതൃപ്തി വ്യക്തമാക്കി തുടർ ചർച്ചകൾക്ക് നിൽക്കാതെ സുധാകരൻ നാട്ടിലേക്ക് മടങ്ങിയത്. പ്രതിഷേധിച്ചാണോ മടങ്ങുന്നതെന്ന ചോദ്യത്തിന് കെ സുധാകരൻ പ്രതികരിക്കാൻ തയ്യാറായതുമില്ല. MP സ്ഥാനം ഒഴിഞ്ഞ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നാണ് സുധാകരന്റെ ആവശ്യം. എന്നാൽ ഒരാൾക്ക് അനുമതി നൽകിയാൽ മറ്റ് 5 MPമാരും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരും എന്നതാണ് നേതൃത്വം നേരിടുന്ന വലിയ വെല്ലുവിളി. അതേസമയം സുധാകരന്റെ നീക്കത്തിൽ ഞെട്ടലിലാണ് കോൺഗ്രസ്. മുതിർന്ന നേതാവിന്റെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് AICC നേതൃത്വം. അസമിലെയും കേരളത്തിലെയും സാഹചര്യം തമ്മിൽ താരതമ്യം ചെയ്യരുതെന്നും നേതൃത്വം പറയുന്നുണ്ട്. ഗൗരവ് ഗൊഗോയ് MPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി നൽകിയിരുന്നു. ഇക്കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് സുധാകരന്റെ ആവശ്യമെന്നാണ് സൂചന. അതിനിടെ കെ സുധാകരനെ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പ്രതികരിച്ചിട്ടുണ്ട്. ലോക്സഭാ MPമാർ മത്സരിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട്. അടൂർ പ്രകാശ്, MK രാഘവൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ MPമാരൊക്കെയും തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എല്ലാ MPമാരും മാറി നിൽക്കുകയാണെങ്കിൽ തങ്ങളും അതിന് തയ്യാറാണെന്ന് ഇവർ നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ സുധാകരന് മാത്രം സീറ്റ് നൽകി കോൺഗ്രസ് ഒരു സമവായത്തിലേക്ക് എത്തിയാൽ തന്നെ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചവരാകെ വീണ്ടും തലപൊക്കും. അതേസമയം സുധാകരനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡിന്റെ നീക്കവും ഒരു വശത്ത് ശക്തമായി നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും വീണ്ടും സുധാകരനുമായി സംസാരിക്കും. ചർച്ചയ്ക്കായി കെ സുധാകരനെ വീണ്ടും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച കെ സുധാകരൻ ഡൽഹിയിലേക്ക് പോകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന നിലപാടിലാണ് സുധാകരൻ. ഒരു അനുനയ നീക്കത്തിനും വഴങ്ങാത്ത സുധാകരൻ കോൺഗ്രസ് നേതൃത്വത്തിന് കനത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. പിന്നാലെ കണ്ണൂർ തന്റെ ജീവരക്തമാണെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി സുധാകരൻ രംഗത്തെത്തി. കണ്ണൂർ തന്റെ ഹൃദയരക്തമാണെന്ന് സുധാകരൻ പറഞ്ഞു. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കുമെന്നും തനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത യാഥാർത്ഥ്യങ്ങളാണെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. സുധാകരൻ അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ സുധാകരൻ അനുകൂലികൾ കണ്ണൂർ DCCക്ക് മുന്നിൽ പോസ്റ്ററുകൾ അടക്കം പതിച്ചിട്ടുണ്ട്. സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണെന്നും ഒതുക്കാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതമൊക്കെ ഉണ്ടാകുമെന്നുമാണ് പോസ്റ്ററിൽ പറയുന്നത്. ഹൈക്കമാൻഡിന്റെ അനുനയ നീക്കത്തിൽ സുധാകരൻ വഴങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ചുരുക്കത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന കോൺഗ്രസിന് കെ സുധാകരന്റെ ഈ കലാപക്കൂടി വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. തന്റെ രാഷ്ട്രീയ തട്ടകമായ കണ്ണൂർ വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലൂടെ ഹൈക്കമാൻഡിനെ തന്നെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം. MPമാരുടെ ആവശ്യങ്ങളെയും സുധാകരന്റെ കടുംപിടുത്തത്തെയും എങ്ങനെ ബാലൻസ് ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ഐക്യവും മുന്നേറ്റവും. തിങ്കളാഴ്ച ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ സുധാകരൻ വഴങ്ങുമോ അതോ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് അദ്ദേഹം കടക്കുമോ എന്നാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.